ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിന് തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയും പർവ്വതങ്ങളെയും ആകാശത്തെയും എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു ഒട്ടകത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. 88-ാം സൂറത്തിലെ 17-ാം ആയത്തിലെ പറയുന്നത് ഇപ്രകാരമാണ്: ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് അല്ലാഹു ഒട്ടകത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ജീവിയാണ് ഒട്ടകം. അതികഠിനമായ മരുഭൂമിയിലെ കാലാവസ്ഥയിലൂടെ ഒരു ദിവസം ഏകദേശം 20 മൈൽ ദൂരം നടക്കാൻ ഒട്ടകത്തിന് സാധിക്കും. ശക്തമായ മണൽക്കാറ്റിൽ നിന്നും പതിക്കുന്ന മണൽത്തരികളെ തടുക്കാൻ ഒട്ടകങ്ങൾക്ക് 2 നിര കൺപീലികൾ ഉണ്ട്. മുകളിലും താഴെയുള്ള കൺപോളകൾ കൂടാതെ മൂന്നാമതായി ഒരു കൺപോളയും കൂടിയുണ്ട്. മണൽക്കാറ്റുള്ള സമയത്ത് ആ സുതാര്യമായ കൺപോളകൾ കൊണ്ട് ഒട്ടകങ്ങൾ കണ്ണടക്കുകയും പുറമേയുള്ളതെല്ലാം ഒട്ടകത്തിന് കാണുവാനും സാധിക്കും. അതുപോലെ മണൽക്കാറ്റുള്ള സമയത്ത് അതിന്റെ മൂക്ക് അടക്കാനും തുറക്കാനും അതിന് സാധിക്കും. ഒട്ടകത്തിന്റെ ചുണ്ടുകൾ വലതും ഇടതും മുറിച്ചുണ്ടുകൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. ചുണ്ടുകളും വായ്ക്കകത്തെ തൊലിയും നാവുമെല്ലാം വളരെ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് ഒട്ടകത്തിന്റെ മരുഭൂമിയിലെ പ്രധാന ഭക്ഷണമായ പുൽച്ചെടികൾ നിസ്സാരമായി ചവച്ചരച്ച് അതിന് കഴിക്കാൻ സാധിക്കും. ഒട്ടകത്തിന്റെ ചെവികൾ രോമനിബിഡമാണ്. അത് മൺതരികൾ ചെവിക്കകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. ചവിട്ടുമ്പോൾ വശങ്ങളിലേക്ക് പരക്കുന്ന കാലുകൾ മണലിലേക്ക് ആഴ്ന്നിറങ്ങാതിരിക്കാൻ സഹായിക്കുന്നു. വെള്ളം ലഭിക്കുന്ന സമയത്ത് ധാരാളം കുടിക്കുവാനും ബാക്കിയുള്ളത് സൂക്ഷിക്കുവാനും അതിന് കഴിയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ജീവിയാണ് ഒട്ടകം.